ഹലോ, വെൽക്കം ടു ആര്യാഷിച്ചു വ്ളോഗ്സ്. അപ്പോൾ ഞാനത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്ത് കണ്ടൻറ്റ് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നപ്പം എനിക്ക് തോന്നിയത് നമ്മളെക്കുറിച്ച്, നമ്മുടെ യൂട്യൂബ് ചാനലാണ്, അപ്പോൾ നമ്മളെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനൊരു വീഡിയോ, അതായത് അബൌട്ട് മീ എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ അച്ഛനമ്മ അനിയത്തി ഞാൻ മാത്രമുള്ളൊരു ഫാമിലി. അപ്പം എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ അച്ഛനും അമ്മയും ഗവൺമെൻറ് റിട്ടയർഡ് എംപ്ലോയീസാണ്. അപ്പം അമ്മ നേഴ്സിംഗ് ആയിരുന്നു, അമ്മ നേഴ്സായിട്ട് റിട്ടയർഡ് ആയത്. അച്ഛൻ എക്സൈസിലായിരുന്നു, എക്സൈസിലാണ് റിട്ടയർഡ് ആയത്. അപ്പം അനിയത്തിയും ഞാനും അനിയത്തിയും 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അവൾ ഇപ്പം LLB കഴിഞ്ഞിട്ട് MBA UK MBA എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു ചെറുപ്പത്തിൽ, ഭയങ്കര വികൃതിയായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അത്ര ഓർമ്മയൊന്നും ഇല്ല. ഓരോരുത്തരും ഇങ്ങനെ ഓരോ സ്റ്റോറീസൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കും. ഞാൻ ഭയങ്കര കുരുത്തക്കേട്ട് ഭയങ്കര വികൃതിയായിരുന്നു. പക്ഷേ ഇപ്പം കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം അത്രയ്ക്ക് കുരുത്തക്കേടും വികൃതിയൊന്നും ഇല്ല. അറിയുന്നവരിങ്ങനെ പറയും. എന്തൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് പഠിച്ചത്. ഒരു CBSE സ്കൂളായിരുന്നു. പക്ഷേ അതൊരു കോമഡി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും സ്കൂളിലും ഒരു 10, 30, 40, 50 ആൾക്കാരുണ്ടാകുമ്പോൾ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ 9 പേരായിരുന്നു. ഞങ്ങൾ നല്ല കോമഡി ആയിരുന്നു. ഞങ്ങൾ 3 ഗേൾസും 6 ബോയ്സും. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാണ്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ടീച്ചേഴ്സ് ഞങ്ങളെ 2 ബോയ്സിൻ്റെ മിഡിലിൽ പിടിച്ചിടും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു കുടുംബം പോലെ നമുക്ക് ഞങ്ങൾ അത്ര പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഇൻറ്റിമസി ആയിട്ട് പോയിട്ടുള്ള ആ ഒരു 10ാം ക്ലാസ് വരെ, LKG മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. സൈറ്റ് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. +2 ഞാൻ നേരെ ഇവിടെ നിന്ന് കുറച്ച്, ഞങ്ങൾ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ +2 ടൗണിലേക്ക് വിട്ടു. അപ്പം നടക്കാവ് ഗേൾസിലായിരുന്നു +2 പഠിച്ചത്. നല്ല രസമായിരുന്നു. ഗേൾസ് സ്കൂളാണെങ്കിലും അടിപൊളി വൈബാണ് നടക്കാവ് ഗേൾസ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ പഠിച്ചു. പഠിത്തത്തിന് പഠിത്തം, കളിക്ക് കളി എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഡിഗ്രിയിലേക്ക് ഇറങ്ങി. ഡിഗ്രിയാണ് ലൈഫ് ചേഞ്ചിങ്. അതായത് നമ്മുടെ ലൈഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അവിടെയാണ് മനസ്സിലായത്. എനിക്ക് മെഡിക്കൽ എൻട്രൻസ് താല്പര്യം ഉണ്ടായിരുന്നു. മെഡിക്കൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ കിട്ടിയില്ല, എൻജിനീയറിംഗ് കിട്ടി. തീരെ മാത്സിൽ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് എൻജിനീയറിംഗ് എടുത്തില്ല. നേരെ ഡിഗ്രി ഓപ്റ്റ് ചെയ്തു. ഡിഗ്രിക്കും ഫിസിക്സ് ഒന്നും എടുക്കാഞ്ഞത് മാത്സിൽ ഇൻട്രസ്റ്റ് ഇല്ലായിട്ടാണ്. അപ്പം നേരെ ബയോളജി പരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പം നമ്മൾ സുവോളജിയും ബോട്ടണിയാണ് ആദ്യം ഓപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി കൊടുത്തു. അപ്പോൾ സുവോളജിക്ക് തന്നെ കിട്ടിയപ്പോൾ നേരെ അവിടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പോയി സുവോളജിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു ഇഷ്ടമുണ്ടായി. ആ ഇഷ്ടം ഭയങ്കര സിൻസിയറായിട്ടാണ് തോന്നിയത്. അപ്പോൾ നല്ല കുറേ നമുക്കറിയാമല്ലോ, എന്ത് റിലേഷൻ തുടങ്ങി കഴിഞ്ഞാലും കുറേ കരച്ചിലും കുറേ നല്ല നിമിഷങ്ങളും നല്ല സന്തോഷമുള്ള നിമിഷങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ നമുക്കെല്ലാം പറയാനും കേൾക്കാനൊക്കെ ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ വീട്ടിൽ അച്ഛനങ്ങനെ ലവ് മാരേജിലൊന്നും എതിർക്കുന്ന ആളൊന്നുമല്ല. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലവ് മാരേജ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് വേറൊരാൾ പറഞ്ഞറിയരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം ജസ്റ്റ് പോയിട്ട് ഇങ്ങനൊരു ആൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു. അപ്പം അച്ഛൻ അത് വലിയ കാര്യമായിരിക്കില്ല, അത് വിട്ട് കളഞ്ഞു, ഒന്നും ഒഴിവാക്കി കളഞ്ഞൊന്നും വേണ്ട അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അത്രയേ ഉള്ളൂ ആ ഒരു ടൈമിൽ പറഞ്ഞത്. അല്ലാണ്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പം പിന്നെ നേരെ PG പോകണമെന്ന് വിചാരിച്ച് പോയതല്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ബ്രേക്കപ്പ്, അതന്നെ ബ്രേക്കപ്പ് ഉണ്ടായി. അപ്പം ആ ബ്രേക്കപ്പ് കൊണ്ട് ഞാൻ അവിടുന്ന് വിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് PGക്ക് പോയതാണ്. PGക്ക് പോയതിനു ശേഷം ഞങ്ങൾ പിന്നെ സംസാരിച്ച് ഞങ്ങളെ ആ ഒരു തെറ്റിദ്ധാരണകളല്ല, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമല്ലോ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വന്ന് ഞങ്ങളത് ഒക്കെ ക്ലോസ് ചെയ്ത് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങളൊരു റിലേഷൻ തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ PG സുവോളജി ഞാൻ ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂരാണ് പഠിച്ചത്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അവിടെ പഠിച്ചപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെയുള്ള സെയിം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കത് വലിയ അവിടെ വേറൊരു സ്ഥലത്ത് പോയി നിന്ന് പഠിക്കാൻ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇവരെ തന്നെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഒരു B.Edനാണ് കൊടുത്തത്. B.Edന് കൊടുത്തപ്പോൾ കിട്ടി. അത് ഓറിയൻ്റൽ കോളേജ് നമ്മുടെ പാലശ്ശേരി, കോഴിക്കോട് തന്നെ പാലശ്ശേരിയിൽ പോയി പഠിച്ചു. അപ്പോൾ അവിടെ നാച്ചുറൽ സയൻസിലായിരുന്നു പഠിച്ചത്. അത്യാവശ്യം നല്ല മാർക്കോടെ
പാസ്സായി. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞമ്പാട് കൊറോണ ടൈമിലാണ് ഞങ്ങൾ കഴിഞ്ഞത്, കൊറോണ ബാച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞമ്പാട് പിന്നെ ഞങ്ങളുടെ മാരേജ്, ഞങ്ങൾക്ക് കോമഡിയാണ്, അതൊക്കെ പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഞാനിങ്ങനെ ഒരു വീട്ടിലേക്ക് എനിക്കൊരു നല്ലൊരു ആലോചന വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയുണ്ട്. അപ്പോൾ അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടെന്താ വെച്ചാൽ അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലിക്കാരാണ്. അപ്പോൾ പിന്നെ ഒരു ഗവൺമെൻറ് ആലോചനകളാണ് എനിക്ക് വന്നത് മൊത്തം. അപ്പോൾ പിന്നെ ഏട്ടന് ഗവൺമെൻറ് ജോലിയൊന്നുമില്ല, കുറച്ച് ഫിനാൻഷ്യലി അത്ര അപ്പോഴല്ല. അപ്പോൾ അതുകൊണ്ട് അത് പക്ഷേ അച്ഛനൊന്നും പ്രശ്നമില്ല, ഒരു വീടോ അങ്ങനെ ഫിനാൻഷ്യലി വലിയ സംഭവം അങ്ങനെയൊന്നും വേണമെന്നില്ല. പക്ഷേ ഒരു ഗവൺമെൻറ് ജോലി അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികം. പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് നിന്ന് തന്നതാണ് അത്. പക്ഷേ 2020 പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് ടൈം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടനെ 2 വർഷം കൊണ്ടും ജോലി ആക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എൻ്റെ അച്ഛൻ പ്രൈവറ്റ് ജോലിയായിരുന്നു, അച്ഛൻ സമ്മതിച്ചു. അപ്പം 2018 ഞാൻ പറഞ്ഞിട്ട് 2020 സമ്മതിച്ചു. 2020 ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് പറഞ്ഞു വെച്ചു. 2021 എൻഗേജ്മെൻറ്റും കല്യാണവും ഒക്ടോബറിലൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞു. അപ്പം BEd കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ നേരെ PSC കോച്ചിങ്ങിന് കുറച്ച് ടൈം പോയി. അപ്പോഴത്തേക്ക് എനിക്കൊരു സ്കൂളിൽ കിട്ടി, അവിടേക്ക് പോയി. സ്കൂളിൽ നിന്ന് തിരിച്ച് വന്ന് പിന്നെയും PSC കോച്ചിങ് ജോയിൻ ചെയ്തപ്പോൾ പിന്നെയും ഒരു സ്കൂളിൽ പിന്നെയും വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നപ്പോൾ പിന്നെ പ്രഗ്നൻസി, അബോഷൻ, അങ്ങനെയുള്ള ഒരു അബോഷനായി. അതായത് പ്രഗ്നൻ്റ് ആയപ്പം പിന്നെ ഒരു ജൂൺ മാസമൊക്കെ ആയ സമയത്തായിരുന്നു. അന്നേരം എന്താ പറയുക, കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതുകൊണ്ട് അബോഷൻ ആക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ലൈഫ് ഓൺ ഗോയിങ് ആണ്. എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്നുണ്ട്, PSC ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തത്. വേറെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, സ്കൂളൊക്കെ ഞാനിപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് എന്നെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു പാവമാണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കും വലിയ ഗവൺമെൻറ് ജോലിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, എന്നെ സ്നേഹിക്കുന്ന ഒരാളെന്ന് മാത്രമായിരുന്നു. ഭയങ്കര ഒരു പാവം, ഹസ്ബൻഡ് വീട്ടുകാരായാലും ഭയങ്കര പാവം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് തന്നെ തോന്നും. അപ്പം അങ്ങനെ തോന്നുന്ന ഒരു ഫാമിലിയിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട്. കുറച്ച് ഫിനാൻഷ്യലായിട്ട് കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഭയങ്കര ഹാപ്പിയാണ്. അത് തന്നെ ഹാപ്പിക്ക് കുറവൊന്നുമില്ല കേട്ടോ. അത് നമ്മളെ അറിയിക്കാണ്ട് തന്നെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും, ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നാൽ മൊത്തമായിട്ട് ഡൗൺ ചെയ്ത് അതൊന്ന് ഓവർകം ചെയ്തതിന് ശേഷം മാത്രം ജീവിക്കാമെന്നുള്ളത് വിചാരിക്കുന്നവരുണ്ടാവും. ഇപ്പം കൂൾ ഓഫ് മൈൻഡാണ്. ഞാൻ ഇത്രയും കൂളായിട്ടുള്ളൊരു പേഴ്സണെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കൂൾ ഓഫ് മൈൻഡ് ആ വഴിക്ക് പോകും. പക്ഷേ നമ്മളിപ്പോൾ ജീവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ്. എനിക്ക് കിട്ടിയതിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്രയും നല്ലോണം നോക്കുന്നുണ്ട്. അപ്പം എനിക്കത് അത്രയും എൻ്റെ ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതാണ് എന്നെ പറ്റിയിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ. എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷിജു എന്നാണ് കേട്ടോ, പറയാൻ വിട്ടു. അപ്പം ഹസ്ബൻഡ്, എൻ്റെ വീട്ടുകാരൊക്കെ നല്ലതാണ്. എനിക്കിപ്പം എൻ്റെ ലൈഫിൽ എനിക്കിപ്പം ആഗ്രഹമുള്ളതൊരു ജോലി. ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ടീച്ചറായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ട്യൂഷൻ ക്ലാസ് ആയാലും സ്കൂളിലായാലും താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്കായി പോവും. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയ അബൌട്ട് മീ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിടാം. താങ്ക് യു.